അറബിക് റെസ്റ്റോറൻറ്റിനൊക്കെ കിട്ടുന്ന അതേ ഫ്ലേവറുള്ള മന്തി റൈസും അതുപോലെ ചിക്കനൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടുന്ന കിടിലൻ ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. നമ്മൾ മുമ്പ് ചെയ്ത ഏകദേശം 20 ലക്ഷത്തിനടുത്ത് ആളുകൾ കണ്ട 2 മന്തി റെസിപ്പിയിൽ നിന്ന് ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ മന്തിയാണ്. ഒരു പ്രഷർ കുക്കർ വെച്ചിട്ട് ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ചിക്കൻ മന്തിയാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിലുള്ള ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ക്യാപ്സിക്കം ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ 95% കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഈ ഇൻസ്റ്റൻറ്റ് ചിക്കൻ മന്തി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. മന്തി പെർഫെക്റ്റ് ആവാൻ 1-2 വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്സുകൾ ഇതിലുണ്ട്. ഒന്നും മിസ്സാവാതിരിക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. 1 കിലോ ചിക്കനാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. ഞാൻ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിത് വലിയ 3 പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് 4 പീസുകളായിട്ട് കട്ട് ചെയ്യുക. അതിലും ചെറുതാക്കരുത്. ചെറിയ പീസുകളാക്കി കഴിഞ്ഞാൽ ചിക്കനൊന്നും അത്ര ജ്യൂസി ആയി കിട്ടില്ല. അതുപോലെ തന്നെ പ്രഷർ കുക്ക് ചെയ്യുമ്പം ചിക്കൻ പൊടിഞ്ഞു പോവും. ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ പോയി ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിലിട്ട് വെക്കുക. എന്നാലേ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി ഇതുപോലൊരു ഫോർക്കോ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് 2 സൈഡും നന്നായിട്ട് കുത്തി കൊടുക്കണം. ആദ്യം തന്നെ മാഗി ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. മന്തിയിലേക്ക് നമുക്ക് 2 പാക്കറ്റ് ആവശ്യമുണ്ട്. ഒരു പാക്കറ്റിൽ ഇതുപോലെ 2 ക്യൂബ്സ് ഉണ്ടാവും. രണ്ടും ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർക്കുക. മന്തിയിലേക്ക് ചിക്കൻ സ്റ്റോക്ക് നിർബന്ധമാണ്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മാഗി ക്യൂബ് ഉപ്പുള്ളതും ഉപ്പില്ലാത്തതൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് ഉപ്പുള്ള മാഗി ക്യൂബാണ്. കാരണം നമ്മളിതിലേക്ക് പ്രത്യേകിച്ചിട്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്കിനി 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാല, 1 ഇഞ്ച് നീളത്തിലുള്ള 2 കറുവപ്പട്ട, 4 ഗ്രാമ്പു, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത ഏലക്ക 3 എണ്ണം, പെരിഞ്ജീരകം അഥവാ വലിയ ജീരകം 1 ടീസ്പൂൺ, ചെറിയ ജീരകത്തിൻ്റെ പൊടി കുമിൻ സീഡ് പൗഡർ 1/4 ടീസ്പൂൺ, ചെറിയ ജീരകം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഫ്രഷായിട്ട് പൊടിച്ച് തന്നെ ചേർക്കുക. ഇതാണ് മന്തിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി 1.5 ടീസ്പൂൺ ഫുള്ളായിട്ടുള്ള കുരുമുളക്, അതുപോലെ തന്നെ ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് 1.5 ടീസ്പൂൺ, വിനാഗിരി 1 ടേബിൾ സ്പൂൺ. വിനാഗിരി ചേർക്കുമ്പോഴാണ് ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഫോട്ടോ ഭംഗിക്ക് ഞാൻ കുറച്ച് ഓറഞ്ച് റെഡ് കളർ ചേർക്കുന്നുണ്ട്. നിങ്ങളിത് ചേർക്കണം നിർബന്ധമില്ല. ഇനി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. മന്തിക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ വേണം. വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 1/2 കപ്പ് ഓയിൽ അളന്നെടുത്തിട്ട് അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്ത് മാറ്റി വെക്കണം. 1/2 കപ്പ് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, ഓയിൽ കൂടിപ്പോവും. ഇനി കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. മാഗി ക്യൂബ് എല്ലാം ഇതിൽ നന്നായിട്ട് മിക്സ് ആവണം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും 1-2 മിനിറ്റ് സമയം കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് മന്തിക്ക് നല്ല ഫ്ലേവർ കിട്ടുക. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് അല്പം കുറവുണ്ട്. ഞാനൊരു പകുതി മാഗി ക്യൂബും കൂടി ചേർക്കുന്നുണ്ട്. മാഗി ക്യൂബിൽ ചിലതിൽ ഉപ്പ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് 2 എണ്ണം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെക്കുക, ഫ്രീസറിലല്ല. അടച്ചു വെക്കാൻ മറക്കരുത്. സമയമുണ്ടെങ്കിൽ 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റായി കിട്ടും. മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കപ്പ് സെല്ല ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് 650 ഗ്രാം ഉണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് സെല്ല ബാസ്മതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറുള്ള സെല്ല റൈസാണ് മന്തിക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് മന്തിക്ക് സെല്ല റൈസ് തന്നെ വേണം. സാധാ ബാസ്മതി വെച്ച് കഴിഞ്ഞാൽ മന്തി ശരിയായി കിട്ടണമെന്നില്ല. നാട്ടിലെ കടകളിൽ കപ്സ റൈസ്, മന്തി റൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൈസ് കിട്ടും. അതെടുത്താലും മതി. അരി 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. വെള്ളം തെളിയുന്നവരെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ സമയം മാത്രം ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം വാർത്ത് പെട്ടെന്ന് തന്നെ അരി വേവിക്കാൻ തുടങ്ങണം.
വെള്ളം വാർത്ത് കൂടുതൽ സമയം അരി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മന്തി ശരിയായി കിട്ടണമെന്നില്ല. ചിക്കൻ ഇപ്പം ഏകദേശം 2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രഷർ കുക്ക് ചെയ്യണം. മന്തി തയ്യാറാക്കാൻ നമുക്ക് ചുരുങ്ങിയത് 5 ലിറ്ററിൻ്റെങ്കിലും പ്രഷർ കുക്കർ വേണം. അതിലും ചെറുതെടുക്കരുത്. ഞാൻ എടുത്തിട്ടുള്ള പ്രഷർ കുക്കറിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല അടികട്ടിയുള്ള പ്രഷർ കുക്കറാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. തൊലിയുള്ള ഭാഗം താഴെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ചിക്കൻ പീസസ് ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ വെച്ച് കൊടുക്കണം. ഇനി കുക്കർ അടച്ച് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പ്രഷറൊക്കെ താനെ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. വിസിൽ ഓപ്പൺ ചെയ്തിട്ട് എയർ ഒഴിവാക്കരുത്. അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാം. ഇതുപോലെ അത്യാവശ്യം വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 15 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ വെള്ളത്തിൽ വേവിക്കുമ്പോഴാണ് അരി പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടുക. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് ഇനി ഒരു ഉണക്ക നാരങ്ങ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് കൊടുക്കണം. ഡ്രൈ ലെമൺ കിട്ടാൻ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം അത് സ്കിപ്പ് ചെയ്യുക. മാഗി ചിക്കൻ സ്റ്റോക്ക് ചേർക്കണം. ബാക്കിയുള്ള 1.5 ക്യൂബ് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ റൈസിനൊക്കെ നല്ലൊരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം തിളച്ച് വരുമ്പം മാഗിയൊക്കെ ഫുള്ളായിട്ട് ഇതിൽ മിക്സ് ആയിക്കോളും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. പീസുകളൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ വെച്ച് കൊടുക്കണം. ഇത് ചിക്കൻ തന്നെ ഇറങ്ങിയ വെള്ളമാണ്, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൽ നിന്ന് 1/2 കപ്പ് അളവിൽ ചിക്കൻ സ്റ്റോക്ക് എടുത്ത് മാറ്റി വെക്കണം. ഇത് നമുക്ക് പിന്നീട് റൈസ് ദം ചെയ്യുന്ന സമയത്ത് ചേർക്കാനുള്ളതാണ്. അരി സോക്ക് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറായി. ഇനി ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കണം. വെള്ളം ഇതുപോലെ നന്നായിട്ട് വെട്ടിത്തെളിച്ചതിന് ശേഷം മാത്രം അരി ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അരി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും വെള്ളത്തിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം. ഇനി തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ച് വേവിക്കാം. ഇടവിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ അരിയെല്ലാം ഒരേ രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. ചോറൊരു 90% വേവിച്ചാൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ വെന്തോളും. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 8-10 മിനിറ്റ് സമയം വേവിക്കേണ്ടി വരും. മന്തിക്കൊരു സ്മോക്കി ഫ്ലേവറും കൂടി കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ചാർക്കോൾ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. ചാർക്കോൾ ആണെങ്കിൽ കറക്റ്റ് ഫ്ലേവർ കിട്ടും. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ചിരട്ട കത്തിച്ച് കണലാക്കിയാലും മതി. ചോറിൻ്റെ ഉപ്പും അതുപോലെ തന്നെ വേവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാ സ്റ്റെപ്പും അതുപോലെ ഫോളോ ചെയ്താലും ഉപ്പ് പാകത്തിനില്ലെങ്കിൽ മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ചോറൊരു 90% വേവിച്ചാൽ മതി. അരി കടിക്കുന്നത് പൂർണ്ണമായിട്ട് മാറണം. സാദാ ബസ്മതി പോലെയല്ല, സെല്ല റൈസിന് അല്പം വേവ് കൂടുതലാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് ഊറ്റിയെടുക്കാം. ഇതുപോലൊരു ഊറ്റുകൈയിൽ കൊണ്ട് 2-3 സെക്കൻഡ് സമയം വെച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നല്ല ചൂടോടുകൂടി നേരിട്ട് തന്നെ ചേർക്കണം. ചിക്കനും അതുപോലെ തന്നെ ചോറൊക്കെ നല്ല ചൂടോടുകൂടി ദം ചെയ്യുമ്പോൾ മാത്രമാണ് മന്തി അതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുക. ചോറ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഇതുപോലെ ചുറ്റിലും ഒഴിച്ചു കൊടുക്കണം. ഉണക്ക നാരങ്ങ വെച്ച് കൊടുക്കുക. മന്തിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം ഓറഞ്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് പാൽ കലക്കിയതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടുതൽ ചേർക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 4-5 പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാം. ഇതുപോലൊരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ വെച്ചിട്ട് നല്ല കണലായിട്ടുള്ള ചാർക്കോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി വളരെ കുറഞ്ഞ അളവിൽ മാത്രം സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് 2 മിനിറ്റ് മാത്രം വേവിക്കുക. ടൈം കൂടിപ്പോകാതിരിക്കാൻ ഫോണിലെ ടൈമർ യൂസ് ചെയ്യാം. എല്ലാം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്, അതുകൊണ്ട് ഇനി വിസിലൊന്നും വരാൻ പാടില്ല. ചോറ് വേവ് കൂടിപ്പോവും. ഇതിപ്പം 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സമയം കൂടി ദം ചെയ്യണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വിസിൽ വരാനും അതുപോലെ തന്നെ ചിക്കൻ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അലൂമിനിയം കുക്കറാണെങ്കിൽ കുഴപ്പമില്ല. സ്റ്റീൽ കുക്കറാണ് നിങ്ങളെടുത്തതെങ്കിൽ തീ ഒന്നും കൂടി കുറച്ച് വെക്കുക.
15 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ സമയം അങ്ങനെ വെക്കുക. ഇതിപ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളായിട്ടുണ്ട്. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതുപോലെ വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ചോറും ചിക്കനും ഒന്നിച്ച് തട്ടിക്കൊടുത്തിട്ട് ബാക്കിയുള്ള മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ പീസസ് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തവി വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കൻ്റെ ഒക്കെ നല്ല ഫ്ലേവറുള്ള റൈസ് ഈ മൊത്തം റൈസിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് എല്ലാ ചോറിലും നല്ല ഫ്ലേവർ ഉണ്ടാവുക. കൂടുതൽ സമയം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചോറ് പൊടിഞ്ഞു പോകും. മന്തിയൊക്കെ എപ്പോഴും നല്ല ചൂടോടുകൂടി വേണം സെർവ് ചെയ്യാനായിട്ട്, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ സൂപ്പർ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിനി എന്തൊക്കെ റെസിപ്പികളാണ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്ത ചിക്കൻ മന്തിയുടെ റെസിപ്പിക്ക് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. മന്തിയിലേക്ക് വേണ്ട അറബിക് ടൊമാറ്റോ ചട്നിയുടെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.